സോഷ്യൽ മീഡിയയിൽ സൂസമ്മയെയും താടിക്കാരനെയും അറിയാത്തവർ ആരുമുണ്ടാവില്ല. സൂസമ്മയുടെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷും താടിക്കാരന്റെ കലക്കൻ പാചകവും എല്ലാവർക്കും പരിചിതമാണ്. ഒരു സിനിമയ്ക്കുള്ള കഥ സൂസമ്മയുടെയും താടിക്കാരന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ മകൾ കൂടി പിറന്ന സന്തോഷത്തിൽ ഇരുവരും നൽകിയ ഒരു അഭിമുഖമാണ് വൈറലാകുന്നത്. മകൾ പിറന്ന ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പിരിവെടുത്ത് നടത്തിയ വിവാഹത്തെക്കുറിച്ചുമെല്ലാം ഇരുവരും ഇപ്പോൾ ഇതാ മനസ്സ് തുറന്നിരിക്കുകയാണ്. അച്ഛ എന്നാണ് താടിക്കാരനെ സൂസമ്മ വിളിക്കാറുള്ളത്. താടിക്കാരൻ എന്നെ ഉപയോഗിക്കുകയാണ്, മുതലെടുക്കുകയാണ്, ഇതൊന്നും സ്നേഹമല്ലെന്ന് ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഒരുപാട് പേർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നെന്നാണ് സൂസമ്മ ഇപ്പോൾ പറയുന്നത്. ഇത് കേട്ട് ശരിയാണെന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അച്ഛയുമായി അടിയുണ്ടാക്കാനും തുടങ്ങിയിരുന്നു. 5 വർഷം എല്ലാ ദിവസവും ബ്രെയിൻ വാഷിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പലയിടത്തു നിന്ന് കടം വാങ്ങിയാണ് ജീവിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തീരുമാനിച്ചു, ഇനി എത്ര ബുദ്ധിമുട്ട് വന്നാലും ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങില്ലെന്ന്. കാരണം കടം വാങ്ങിയിരുന്നത് കൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കുന്ന സ്റ്റാറ്റസ് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്റെ കല്യാണം നടത്തി തരാൻ ആവശ്യപ്പെടുമ്പോൾ ആരും അതിന് തയ്യാറായിരുന്നുമില്ല. അങ്ങനെ ചെയ്താൽ കല്യാണ ചെലവ് മുഴുവൻ അവർ വഹിക്കേണ്ടി വരത്തില്ലേ? അഭിപ്രായം പറയാൻ സകലമാന മനുഷ്യരും ഉണ്ടായിരുന്നു. കുറഞ്ഞത് 33 പേരോടെങ്കിലും എന്റെ കല്യാണം നടത്തി തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴുള്ള അവരുടെ പ്രതികരണവും നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അതെന്താ, കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുവാണോ എന്നാണ് തിരിച്ചുള്ള മറുപടി. ഞങ്ങളുടെ വിവാഹത്തിന് എന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലെന്നാണ് സൂസമ്മ പറയുന്നത്. എനിക്ക് 55 വയസ്സുള്ള ഒരാളുടെ കല്യാണാലോചന വരെ വന്നിട്ടുണ്ട്. വണ്ണമുള്ള എനിക്ക് സൗന്ദര്യമുള്ള പാർട്ണറെ കിട്ടില്ലെന്ന ധാരണയായിരുന്നു എല്ലാവർക്കും. അവസാനമായപ്പോൾ എനിക്കും എന്നെ കാണാൻ കൊള്ളില്ലെന്ന തോന്നൽ വന്നു. സ്വന്തക്കാര് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാശില്ലാത്തത് കൊണ്ടാണ് ചിലവ് ചുരുക്കി കല്യാണം കഴിച്ചതെന്നും സൂസമ്മ പറയുന്നുണ്ട്. ആളുകൾ പിരിവെടുത്തിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ആ പിരിവിട്ട നല്ലൊരു ശതമാനം ആളുകളും അവരുടെ പേര് പോലും ഞങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല. ആ പൈസ അനാവശ്യമായി എവിടെയും ഞങ്ങൾ ചെലവഴിച്ചിട്ടില്ലെന്നാണ് വിവാഹ കഥ വെളിപ്പെടുത്തിയ സൂസൻ പറഞ്ഞത്.